ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണം സ്പെഷ്യൽ ചെറുപയർ പായസമാണ് കേട്ടോ. ചെറുപയർ പരിപ്പ് വെച്ചിട്ടുണ്ടാക്കിയിട്ട് എടുക്കണ പായസത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് ചെറുപയർ വെച്ചിട്ടുണ്ടാക്കിയിട്ട് എടുക്കണ പായസം. അപ്പോൾ ഈ ഒരു ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കണക്കായി മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ മുഴുവനായിട്ട് ഞാൻ ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നാം പാലാണ് കേട്ടോ. ഈ ഒരു വലിയ പാത്രത്തിലുള്ളത് തേങ്ങയുടെ രണ്ടാം പാലാണ്. അപ്പോൾ ഈ ഒരു പായസം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തം 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 തേങ്ങയുടെ പാലാണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാം ശർക്കരയാണ് ഇതിനായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ അളവൊക്കെ നമുക്ക് കൂടുതലായിട്ടോ കുറവായിട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് ആദ്യം ചെറുപയറൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരയ്ക്ക് വേണം കേട്ടോ ഈ ഒരു ചെറുപയർ നമ്മൾ വറുത്തെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസം. ഇതുപോലെ ഇങ്ങനെ വറുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു വറുത്ത സ്മെല്ലോട് കൂടിയിട്ടുള്ള ആ ഒരു പായസം പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ചെറുപയറൊക്കെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് എടുക്കണ കല്ലുണ്ടല്ലോ, ആ ഒരു കല്ല് വെച്ചിട്ടാണ് ഇതിൻ്റെ തൊലി കളയണത്. അപ്പോൾ ഈ ഒരു പയറിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ടൊന്നിങ്ങനെ ഉരച്ചെടുത്താൽ അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളയണത്. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇതിലും ഭേദം നമുക്ക് കടയിൽ നിന്ന് ചെറുപയർ പരിപ്പ് വാങ്ങിച്ചിട്ട് വറുത്തിട്ട് പായസം വെച്ചുകൂടെയെന്ന്. പക്ഷേ ആ ഒരു പായസത്തിനും ഈ ഒരു പായസത്തിനും നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. എനിക്ക് കൂടുതലും ഈ ഒരു പായസമാണ് ഇഷ്ടം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. ഇപ്പോൾ അതേ ഇതിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചേറിയെടുക്കാം കേട്ടോ. പാറ്റിയെടുക്കുക എന്നൊക്കെ പറയില്ല, അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു മുറത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ തൊലി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് അവിടെ ഇടയ്ക്ക് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു പരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോഴേക്കും ഇതിലുള്ള പൊടിയും പിന്നെ ആ ഒരു തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും ചെയ്യും. പിന്നെ ഈ ഒരു പയർ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരിപ്പൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു പരിപ്പ് വേവിച്ചിട്ട് എടുക്കാൻ. അപ്പോൾ ഈ ഒരു പരിപ്പ് നമ്മൾ വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലാക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കരുത് കേട്ടോ. ഒരു പരിപ്പ് നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ കടിക്കാൻ കിട്ടണം, ആ ഒരു രീതിയിൽ വേണം നമുക്കിത് വേവിച്ചിട്ട് എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു വിസിലാണ് കേട്ടോ ഈ ഒരു പരിപ്പ് വേവിച്ചിട്ട് എടുക്കുന്നത്. ഒരു വിസിലിന് ശേഷമേ പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മൾ പരിപ്പ് വേവിച്ചിട്ട് എടുക്കാൻ കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ അമർന്ന് പോകണം കേട്ടോ, അങ്ങനെ പൊടിഞ്ഞ് പോകണം. കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പായസം നന്നായിട്ട് ഇങ്ങനെ ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ വേവാത്ത പരിപ്പിലോട്ടൊക്കെ ഈ ഒരു ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപ്പ് ഇങ്ങനെ കല്ലിച്ചിട്ട് കിടക്കുള്ളൂ കേട്ടോ, ഒട്ടും ഇങ്ങനെ വെന്തിട്ട് കിട്ടില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. ഒരേ ഒരു നുള്ളുപ്പ് മാത്രം അതിൽ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 4 ഏലക്ക കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരണ വരയ്ക്ക് വേണം കേട്ടോ നമ്മളിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാൻ.
ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനിയും ഈ ഒരു പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ യോജിച്ചിട്ട് പരിപ്പിലൊക്കെ നന്നായിട്ട് മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ നമ്മൾ തിളപ്പിച്ചിട്ട് എടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ്. ഈ ഒരു ഒന്നാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല വെള്ളം പോലല്ലേ ഇരിക്കണത്. അപ്പോൾ ഒന്ന് തിക്കായിട്ട് വരണ വരയ്ക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടി തിക്കായിട്ട് മാറും. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ ഒരു പായസത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഈ ഒരു നെയ്യൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ കളർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. താങ്ക്